അപ്പോൾ ഗൈസ് ഇന്ന് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമ്മൾ ബെൻസിൽ ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. നല്ല ജലദോഷം പിടിച്ചിട്ടാണുള്ളത്, കണ്ടാൽ പറയൂല അല്ലേ. അപ്പോൾ മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി മോനെയും കൊണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നമ്മൾ സ്വന്തം തറവാട് ജനറൽ ഹോസ്പിറ്റലാണ് പോകുന്നത്. ഇന്ന് ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പം മോനിക്ക് വേണ്ട ഒ പി ഷീറ്റും എനിക്ക് വേണ്ട ഒ പി ഷീറ്റും എടുത്ത് അങ്ങനെ എന്താക്കി ഡോക്ടറെ നോക്കിപ്പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി നല്ല തിരക്കാണ് ഗൈസ്. അപ്പോൾ രാവിലെ പല്ലിലൊന്നുമില്ല, നല്ല സമയമായി, 12 മണി ഏകദേശമായി. അപ്പോൾ നല്ല വിശപ്പ്. മോനും പറഞ്ഞു ഒരു ചായ വേണം. ചായ കുടിക്കാൻ പോയെടുത്ത് ഞാൻ പറഞ്ഞു ഏതായാലും ഫുഡ് കഴിക്കാൻ മോനെന്ന്. അങ്ങനെ പൊറോട്ടയും ബീഫും കൂടി ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ തന്നെ കഴിച്ച്. ഇതിന് മുമ്പേ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നല്ല നല്ല നീറ്റും ഓക്കെയാണ്. ഓപ്പൺ കിച്ചണായിട്ട് നല്ല ഫുഡാണ്, നല്ല അടിപൊളി ബീഫും നല്ല ചായയും. അങ്ങനെ മോനൊരു ജ്യൂസും കൂടി എടുത്തത്. അപ്പം നല്ല പൊറോട്ടയും കൂടി കഴിക്കട്ടെ, എന്താ വിശപ്പെന്നറിയോ. അങ്ങനെ വിശപ്പ് കൊണ്ട് പൊറോട്ടയും ബീഫും അകത്താക്കി ചായയും. അങ്ങനെ പോയത് ത്രെഡ് ഹൗസിലാണ്. നേരെ പോയിട്ട് ഈ തുണിയാണ് എടുത്തത്. അതിൽ ഏതാ എനിക്ക് ചേരുന്നെന്ന് എടുക്കണേ. അപ്പം നൂല് വാങ്ങാൻ പോയ കഥയാണ് ഗൈസ്. നൂല് വാങ്ങിയിട്ടേ നേരെ എന്താക്കി നമ്മൾ നൂല് വാങ്ങാൻ പോയ കാര്യമല്ലല്ലോ ചെയ്യുക. അങ്ങനെ ആ തുണി കണ്ടത് ഇഷ്ടപ്പെട്ട് അതങ്ങ് എടുത്തു. അങ്ങനെ നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്ന് മരുന്നൊക്കെ വാങ്ങി. അങ്ങനെ ഓട്ടോ പിടിച്ച് വീട്ടിലൊക്കെ ആയിന്. മോനെ അങ്ങനെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ട്. എന്താ വെച്ചാൽ എക്സാമുള്ളതുകൊണ്ട് കുറച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം മോനെ അങ്ങ് സ്കൂളിലേക്ക് ആക്കി നേരെ വന്നത് വീട്ടിലേക്കാണ്. ഇനി വീട്ടിൽ പോയിട്ട് രാവിലത്തെ പണിയൊക്കെ തീർന്നതാണല്ലോ, ഇനി റെസ്റ്റ് എടുക്കുക. ഓക്കെ, ടാറ്റ, ബൈ ഗൈസ്.